ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ എലീശ പ്രവാചകൻ ഒരു ശിഷ്യനെ അയച്ച് യഹോശാഫാത്തിൻ്റെ മകൻ യേഹൂവിനെ രാജാവായി അഭിഷേകം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം യേഹൂ ഇതറിയുന്നില്ല. അപ്രതീക്ഷിതമായി മറ്റുള്ളവരോട് ചേർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെ രഹസ്യമായി വിളിച്ചകത്ത് കയറ്റി അദ്ദേഹത്തിന് മേൽ ആ തൈലമൊഴിച്ച് നീ ഇസ്രായേലിൻ്റെ രാജാവാകും എന്ന് പറയുന്നു. ദൈവവിളി പലപ്പോഴും ജീവിതത്തിലുണ്ടാകുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്. നമ്മൾ ആഗ്രഹിച്ചോ പ്രാർത്ഥിച്ചോ ഒന്നും ഇരിക്കുമ്പോഴാകണമെന്നില്ല ദൈവത്തിൻ്റെ വിളി. ദൈവത്തിൻ്റെ സമയം എപ്പോഴാകുന്നുവോ അപ്പോൾ ദൈവം വിളിക്കും. മോശയെ വിളിച്ചപ്പോൾ മുതൽ നമുക്ക് അറിയാമല്ലോ. ആളുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴും ശിഷ്യന്മാരെ മുഖവന്മാരായിരുന്നപ്പോഴും അവരുടെ പടകിലിരുന്നപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ ദൈവം അവരെ വിളിക്കുന്നു. ആയതുപോലെ ഈ യേഹൂവിനെ അപ്രതീക്ഷിതമായി അഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ ആളുകളെല്ലാം അവനെ രാജാവായിട്ട് അംഗീകരിക്കുവാൻ തക്കവണ്ണം കാഹളമൂതുകയും അപ്രകാരം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എലീശ പ്രവാചകൻ ആഹാബിൻ്റെ ഭാര്യ ഇസബേലിനൊക്കെ ലഭിക്കാൻ പോകുന്നതായ ആ ശിക്ഷയെക്കുറിച്ച് ഇവിടെ പ്രവചിക്കുന്നുണ്ട്. ആഹാബിൻ്റെ ആ ഭവനവും ഇസബേലിനൊക്കെ ഉണ്ടാകാൻ പോകുന്നതായ നാശത്തെക്കുറിച്ച്. അധികാരവും അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളൊക്കെ ഉള്ളപ്പോൾ നീതിബോധമില്ലാതെയോ ദൈവമില്ലാത്ത രീതിയിലോ നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദോഷമായിട്ട് വന്ന് ഭവിക്കും. ദൈവത്തിൻ്റെ വിളി അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നത് പോലെ ദൈവത്തിൻ്റെ ശിക്ഷയും അപ്രതീക്ഷിതമായിട്ടാണ് ജീവിതത്തിൽ സംഭവിക്കുക. നേരത്തെ പറഞ്ഞിട്ടല്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി അതിൻ്റെ 14 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ പ്രകാരം യേഹൂ പിന്നെ രാജാവാകുന്നു. അദ്ദേഹം ഇസബേലിൻ്റെ മകനായിരുന്ന രാജാവായിരുന്ന യോറാമിനെ അദ്ദേഹം പിന്തുടരുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യോറാം ചോദിക്കുന്നുണ്ട്, നീ സമാധാനവുമായിട്ടാണ് വരുന്നത്? അപ്പോൾ യേഹൂ പറയുന്നതായ ഒരു വചനമുണ്ട്, നിൻ്റെ അമ്മ ഇസബേൽ ഇവിടെ വിഗ്രഹാരാധനയും അപ്പുറമുള്ളതായ മന്ത്രവാദമൊക്കെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിയവളാണ്. അവളുടെ മകനായ നിനക്ക് എന്ത് സമാധാനമാണ് ചോദിക്കാൻ അവകാശമുള്ളത്? ഒരു സമാധാനവും നിനക്കില്ല എന്ന് പറഞ്ഞ് അവനെ അവിടെ വധിക്കുന്നതായി നമ്മളവിടെ കാണുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈശാചിക ശക്തികളെ, പ്രലോഭനങ്ങളെ നമ്മിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്കിതുമായി ചിന്തിക്കുവാനായിട്ടുള്ളത്. എപ്പോഴും പൈശാചിക ശക്തികളും പ്രലോഭനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കും. ശ്രീഹ പറഞ്ഞ പോലെ ജഡം, ലോകം, പിശാച് മൂന്നിനുള്ള പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കുന്നവരാണല്ലോ. അപ്പം മാനുഷിക ബലഹീനതയും സാഹചര്യ സമ്മർദ്ദങ്ങളൊക്കെ മുഖാന്തരം ഇപ്രകാരമുള്ളതായ ഈ ബലഹീനതയൊക്കെ നമ്മൾ അടിമയാകേണ്ടി വരുന്ന സാഹചര്യം നമുക്കുണ്ടാവാം. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ അതിനെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിന്മ പ്രവർത്തിക്കുന്നവരെയും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ ആ പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യരെ നയിക്കുന്നവരെയും നമ്മളിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ ഒരു മെസ്സേജാണ്. അതിന് 30 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസബേൽ വധിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നു. അദ്ദേഹം ആ യോറാമിനെ വധിച്ച യേഹൂ തന്നെ ഇസബേലിനെ വധിക്കുവാനുള്ള ക്രമീകരണം ചെയ്യുന്നു. ആളുകളോട് പറഞ്ഞു അവളെ ആ ജനാല വഴി താഴേക്ക് എടുത്തെറിയുക. അങ്ങനെ എടുത്തെറിഞ്ഞു. അവൾ ചിഹ്നിച്ചിത്തറി നമ്മൾ വായിക്കുന്നു. അവളുടെ രക്തം ഭിത്തിമേലും അതുപോലെ തന്നെ കുതിരകളുടെ മേലൊക്കെ വീഴുകയും കുതിരകൾ അവളെ ചവിട്ടി തേച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവളെ ഒരു രാജാവിൻ്റെ മകളെന്ന രീതിയിൽ മാന്യമായ ശവസംസ്കാരം നൽകാൻ വേണ്ടി പിന്നെ ചെല്ലുമ്പോൾ കാണുന്നത് അവളുടെ തലയോട്ടിയും
അതുപോലെ കൈകളും കാലുകളുമല്ലാതെ ഒന്നും അവർക്ക് ശേഷിച്ചില്ല. അവരുടെ മാംസമെല്ലാം നായ്ക്കൾ തിന്നുകളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഏലിയ പ്രവാചകൻ പ്രവചിച്ച ഒരു പ്രവചനമാണ്. ഇവൾ അന്യാരാധനയും അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഇസ്രായേലിൽ കൊണ്ടുവരികയും ഏലിയാവിനെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഏലിയാവ് പറഞ്ഞു, നീ ഇത് അനുഭവിക്കും. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നാബാത്തിൻ്റെ ആ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ആ നിഷ്കളങ്കനായ മനുഷ്യനെ വധിച്ചതാണല്ലോ അവൾ ആദ്യം ചെയ്തതായ പ്രവൃത്തി. അന്ന് ഏലിയ പ്രവാചകൻ പറഞ്ഞു, നിന്റെ രക്തവും നായ്ക്കൾ നക്കും. അപ്രകാരം ഒരു സംഭവം അവരുടെ ജീവിതത്തിലും വന്നു ഭവിക്കുന്നതായി നമ്മൾ കാണുന്നു. നമുക്ക് അധികാരവും നമുക്ക് സമ്പത്തുമൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ബലത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചേക്കാം. പലരെയും നമ്മുടെ കാൽക്കീഴിലാക്കാൻ സാധിച്ചേക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളതിനെല്ലാം മറുപടി പറയേണ്ടി വരും എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ശ്രീഹ പറഞ്ഞതുപോലെ ഓരോരുത്തരും ചെയ്യുന്നത് നന്മയായാലും തിന്മയായാലും അതിന് തക്കതായ പ്രതിഫലം ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ബോധ്യത്തോടെ നന്മ ചിന്തിക്കുവാനും നന്മ പ്രവർത്തിക്കുവാനും അപ്രകാരം ജീവിക്കുവാനും ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.